മാർച്ച് 1 ഇന്നത്തെ ഡെയിലി റിഫ്ലക്ഷൻ. ഇത് പ്രവർത്തിക്കുന്നു എന്ന തലക്കെട്ടോടുകൂടി 87-ാമത്തെ പേജിലെ പ്രവൃത്തി ഭാഗത്തിലേക്ക് എന്നുള്ള അധ്യായത്തിലെ ഭാഗമാണ്. ഏടെ പ്രോഗ്രാമിലേക്ക് കടന്നു വരുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതത്തിൽ നിരവധി പ്രശ്നങ്ങൾ നമുക്കുണ്ടാകുന്നു. പല രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വൈകാരികമായ പ്രശ്നങ്ങളും അതേപോലെ എന്താണ് നമ്മൾ എടുക്കേണ്ടത് അല്ലെങ്കിൽ ഒരു നടപടിക്രമം എടുക്കേണ്ടത് എന്നറിയാതെയൊക്കെ നമുക്ക് വിഷമങ്ങൾ ഉണ്ടാകുന്ന സമയങ്ങളുണ്ടാവും. അവിടെയാണ് ജീവിതത്തിൽ നമ്മൾ ആഗ്രഹിക്കുന്ന വിധത്തിൽ ജീവിതം നടക്കുമ്പോൾ മാത്രമാണ് നമ്മളെന്ന അത്യാസക്തൻ. നമ്മൾ പലപ്പോഴും പറയാറുണ്ട്, വളരെ കുഴപ്പമില്ലാത്ത രീതിയിലാണെന്ന് കാര്യങ്ങളെല്ലാം നടന്നത് എന്ന് പറയുമ്പോൾ ഇന്ന് കുഴപ്പമില്ലാത്ത രീതിയിൽ ഞാൻ ആഗ്രഹിച്ച രീതിയിൽ കാര്യങ്ങളായി എന്നതുകൊണ്ടാണത്. അതല്ലാതെ വൈകാരികമായിട്ട് എനിക്കിന്ന് പ്രശ്നം ഉണ്ടായിട്ടില്ല, ഞാൻ ആരോടും ചൂടായിട്ടില്ല. പല രീതിയിലാണ്, പല ആൾക്കാരും പല രീതിയിലാണ്. പണ്ടേ ചൂടാവാതിരുന്ന ആളുകൾക്കൊക്കെ വളരെ പെട്ടെന്ന് അത് മാറി കിട്ടിയിട്ടുണ്ട്. പക്ഷെ ജീവിതത്തിൽ ചില സ്വഭാവങ്ങൾ നമ്മളിപ്പോൾ പടികളൊക്കെ ചെയ്തു വരുമ്പോൾ തന്നെ അത് എളുപ്പമല്ല. അതുകൊണ്ടാണ് അത് അളവുകോലുകൾ എടുത്തുകൊണ്ട് പടികൾ വെച്ചുകൊണ്ട് മറ്റുള്ളവരെ വിലയിരുത്തരുത്, നിങ്ങളുടെ പടികൾ നിങ്ങൾക്ക് മാത്രമാണ് എന്ന് വളരെ വ്യക്തമായിട്ട് പഴമക്കാർ ജീവിതത്തിൽ പറയുന്നതിൻ്റെ കാരണം അതുകൊണ്ടാണ്, വേറെ ആളെ പോലെയല്ല. അതുകൊണ്ടാണ് ഒരു മീറ്റിങ്ങിൽ പോലും ഒരാൾ ഒരു വിഷമം അയാൾ പറയുകയാണ്, അയാൾക്ക് ഉണ്ടായിട്ടുള്ള വിഷമം. അവിടെ നമ്മൾ പടികൾ ചെയ്തിട്ട് അത് മാറ്റിയ കഥ പറഞ്ഞുകൊണ്ട് അയാളെ ഈവൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അയാളെക്കാൾ ഉയർന്നു നിൽക്കുന്നു എന്ന രീതിയിലാണ്. യഥാർത്ഥത്തിൽ നമ്മൾ പടികളിലാണോ എന്ന ചോദ്യമൊക്കെ കടന്നു വരുന്നത് അവിടെയാണ്. കാരണം ഓരോ മനുഷ്യനും വേറൊരു മനുഷ്യനേക്കാൾ ഡൊമൈൻ ചെയ്ത് ഞാൻ ഉയർന്നു നിൽക്കുന്നു എന്ന ബോധ്യം വരുമ്പോൾ ഏത് പടിയിലാണ് നമ്മൾ നടത്തുന്നത്? മാത്രമല്ല, യഥാർത്ഥത്തിൽ എന്താണ്, ഓരോ മനുഷ്യരും അവരവരുടേതായ രീതിയിലേക്ക് ആ സാഹചര്യങ്ങളെ നേരിടാനായിട്ട് തയ്യാറാവലാണ്. ചില ആളുകൾക്ക് വൈകാരിക പ്രശ്നം ഉണ്ടാവും, ചില ആളുകൾക്ക് മറ്റു പല കാര്യങ്ങളുണ്ടാവും. അത് അവർ തന്നെ മാറ്റി വരേണ്ടതുണ്ട്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവിടെ. അത് നമ്മൾ അതിനെ വെച്ച് വിലയിരുത്താനോ ആ രീതിയിലാണ് കാര്യങ്ങളെന്ന് കരുതാനോ നമ്മൾ നിൽക്കുമ്പോൾ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന ചോദ്യം. അതേപോലെ നമ്മുടെ ജീവിതം എന്തിനാണ്? ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം എന്താണ്? പ്രോഗ്രാം എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ എല്ലാം നമ്മൾ ആഗ്രഹിച്ച രീതിയിലാകുമ്പോൾ ഉണ്ടാവുന്ന ഒന്നല്ല, മറിച്ച് എന്താണ്, നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളെ സ്വീകരിക്കാൻ നമ്മളെ പ്രാപ്തമാക്കുക. ദൈവഹിതം നടക്കണമേ, ആ ദൈവഹിതം നടത്താനുള്ള ശക്തിയാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്ന പ്രോഗ്രാമിലൂടെ എന്നാണ്. അത് പതുക്കെ പതുക്കെ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അപ്പോൾ ഭയം ഉണ്ടായിരിക്കും, കോപമുണ്ടാവും, ആകുലതകൾ എന്താണ് ഭാവി എന്നതിനെ കുറിച്ചുള്ള കാര്യം ഉണ്ടാവും, സ്വയം സഹതാപം എൻ്റെ ജീവിതത്തിൽ ഇത്രയായിപ്പോയല്ലോ എന്ന് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവുന്നൊരു സാധനമാണ്. അപ്പോൾ അവിടെ ആ ഭാഗങ്ങളിൽ കൃത്യമായി ഞാൻ എന്നെയുമായിട്ട് ഇന്നലത്തേക്കാൾ മികച്ച ഞാനുമായി കമ്പയർ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ എങ്ങനെ പറ്റുന്നു, എനിക്ക് ഇന്നലത്തേക്കാൾ നല്ല രീതിയിൽ ഭയത്തിൽ നിന്ന് മാറ്റമുണ്ടാകുന്നു, ഞാൻ എൻ്റെ ദേഷ്യത്തിൽ നിന്ന് മാറ്റം വരുത്തുന്നു. പല രീതിയിലാണ്. പക്ഷേ മാറ്റം വരുത്തി എന്ന് പറയുന്നതോട് നമുക്ക് വീണ്ടും ദേഷ്യം വരാം. ഇല്ല, ആകുലതകളെ ഉണ്ടാവില്ല. ആകുലതകളെ അങ്ങനെ നിർബന്ധപൂർവ്വം ഈ കോപത്തെയും ആകുലതകളെയും മാറ്റി നിർത്തലൊന്നുമല്ല പ്രോഗ്രാം. പലർക്കും അറിയില്ല എങ്ങനെയാണ് എന്നുള്ളത്. അത് ഓരോ മനുഷ്യനും അവനവൻ്റെതായ രീതികളിൽ അവരവരുടെ രീതികളിലാണ് മാറ്റം വരിക. അതുകൊണ്ട് ആൾക്കാർ പടികളെ അളക്കാൻ, അവൻ പടി ചെയ്തിട്ടില്ല, പടി ചെയ്താൽ ദേഷ്യം വരും, ഇതൊന്നുമല്ല. അതൊക്കെ നമ്മൾ തെറ്റായ രീതിയിൽ ഇതിനെ മനസ്സിലാക്കുന്നതുകൊണ്ടാണ്. യഥാർത്ഥത്തിൽ എന്താണ് ബുദ്ധിശൂന്യം? നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ബുദ്ധിശൂന്യമായ തീരുമാനങ്ങൾ, അല്ലെ പഴയതിനേക്കാൾ നന്നായിട്ട് ഇത്തരം സാഹചര്യങ്ങളോടുള്ള നമ്മുടെ പെരുമാറ്റം, പെട്ടെന്നുണ്ടാകുന്ന പെരുമാറ്റങ്ങളൊക്കെ ഉണ്ടാവും. ഉടനടി ഇപ്പം തന്നെ ചെയ്യണം എന്നുള്ള അതിൽ നിന്നുള്ള മാറ്റം ഉണ്ടാവുക. അവിടെയാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലല്ലാതെ നടക്കുമ്പോൾ അതിനോടുള്ള പ്രതികരണത്തിൽ, അതിനെ സ്വീകരിക്കാനുള്ള കാര്യത്തിൽ എനിക്ക് എത്രത്തോളം മാറ്റമുണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മളെന്താണ് അനാവശ്യമായിട്ട് നമ്മുടെ ഊർജം പാഴാക്കുന്നില്ല, എന്തിനെങ്ങനെ ജീവിക്കണമെന്ന് നമ്മൾ കൃത്യമായിട്ട് പഠിക്കുന്നു. അവിടെയാണ് ഇത് ഫലപ്രദമായ നിലയിൽ പ്രവർത്തിക്കും. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം ഞാൻ എങ്ങനെയുള്ളവനായിരുന്നു എന്നത് പ്രശ്നമില്ല എന്ന് പറയും. എനിക്ക് മാറാനുള്ള സന്നദ്ധതയുണ്ടോ, ഞാൻ ന്യായീകരണം പറയാതെ മാറ്റാൻ തയ്യാറായോ എന്ന ചോദ്യമാണ്. ഞാൻ എന്നിലേക്ക് തന്നെ നോക്കി എത്രത്തോളം മാറിയിട്ടുണ്ട്. എന്തെങ്കിലുമൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ അയ്യോ എനിക്കിതായില്ലേ, എനിക്ക് പ്രോഗ്രാം പ്രവർത്തിക്കുന്നില്ലേ എന്നുള്ള സ്വയം സഹതാപമൊന്നുമല്ല. ടൈം എടുക്കും, അല്ലെങ്കിൽ ഇനിയും പ്രവർത്തിക്കേണ്ടതുണ്ട് എന്നുകൊണ്ടല്ല, അത് പ്രവർത്തിപ്പിക്കണം. പ്രവർത്തിപ്പിക്കാൻ ഒരു സ്വയം സഹതാപത്തിന്റെ രീതിയിലല്ല, അയ്യോ മധ്യാസക്തനാണ്, പിന്നെ ആ പറച്ചിലുകൾ എന്താവും, അത് ന്യായീകരണമായിട്ട് എനിക്ക് മാറും. യഥാർത്ഥ നിലയിൽ ഇത് പ്രവർത്തിക്കും.
100% പ്രവർത്തിക്കും. അത് കുറേശ്ശെ ആയിട്ട് ഞാൻ എൻ്റെ ദുർബലതകളെ ഏറ്റു പറയാനുള്ള തയ്യാറെടുപ്പുകൾ ഇത് സ്വീകരിക്കാൻ എനിക്ക് പറ്റുന്നില്ല എന്നുള്ള ആത്മപരിശോധന നടത്തുന്നു. ആ ആത്മപരിശോധന മറ്റൊരാളുമായിട്ട് അത് കൃത്യമായിട്ട് എൻ്റെ തെറ്റുകൾ ഏറ്റു പറയുക, അതോടൊപ്പം തന്നെ മുന്നോട്ട് പോകാനുള്ള സന്നദ്ധത പ്രകടിപ്പിക്കുക, അതിൻ്റെ തുടക്കം ഞാൻ തുടങ്ങുക എന്നത് തന്നെയാണ്. അങ്ങനെ ആകുമ്പോഴാണ് തീർച്ചയായിട്ടും ഇത് ഫലപ്രദമായ നിലയിലും യഥാർത്ഥമായ നിലയിലും പ്രവർത്തിക്കുകയും അത്യാസക്തൻ എന്ന എന്നെ ഇന്ന് ജീവിക്കാനും എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സംഭവങ്ങളെ മാറ്റിത്തീർത്തുകൊണ്ട്, ആളുകളെയും സാഹചര്യങ്ങളെയും മാറ്റിത്തീർത്തുകൊണ്ടല്ല, അതെങ്ങനെയാണോ ആ നിലയിലേക്ക് ഞാൻ എന്നെ മാറ്റിയെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ആ രീതിയിലാണ് എന്നുള്ള ഓർമ്മപ്പെടുത്തലോട് കൂടിയാണ് ഇന്നത്തെ ഡെയിലി റിഫ്രഷൻ നടത്തിയത്. നമുക്ക് ഒരുമിച്ച് കൊണ്ടേ പറയും തത്വങ്ങളോട് മുന്നോട്ട് പോകാം. ശുഭദിനം, സുപ്രഭാതം.